സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മീൻ വറവ് ഉണ്ടാക്കാം. അത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇനി ഇത് ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് അതിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പുമിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുരുമുളക് പൊടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളം ഇത്രയേ പാടുള്ളൂ, കുറേ വെള്ളം പാടില്ല. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെയേ പാടുള്ളൂ, മൂടിയിട്ടാണ് വേവിക്കേണ്ടത്. ഇനി ഒന്ന് തുറന്നു നോക്കാം. ഒന്ന് മറിച്ചിടാം. ഇനി ഒന്നുകൂടി മൂടി വെക്കാം. ഇനി ഒന്ന് തുറന്നു നോക്കാം. ഇത് ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റിയ ശേഷം നമുക്ക് ഇത് മുള്ളിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. വറവുണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ: 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇത് മീൻ വേവിച്ച് മുള്ളു മാറ്റി വേർപ്പെടുത്തി മുള്ളില്ലാതെ എടുത്തതാണ്. കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ സവാള മുറിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, അരമുറി തേങ്ങ. ഇത് 1 കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും ചതുക്കി വെച്ചതാണ്. ഇത് 1 പുളിനാരങ്ങ, 1 പച്ചമുളക് മുറിച്ചതും വേണം. ഇനി ഈ പാത്രത്തിലേക്ക് ഈ മീൻ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. സവോള ഇടാം. ഈ പൊടികളും ഉപ്പും ഉണ്ട്. തേങ്ങയിടാം. ഇനി ഇത് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കണം.
നന്നായി കുഴച്ച ശേഷം നമുക്ക് പാനിലിട്ട് വറുത്തെടുക്കാം. പാനിൽ ഓയിൽ ഒഴിച്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി സവോളയും ഇട്ട് ഒന്ന് ഇളക്കി. ഈ വറവ് എല്ലാവരും ഇഷ്ടപ്പെടും. നല്ല സ്വാദുള്ള വറവാണ്. ഏത് മീനെടുത്തും ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് വെച്ച മീനിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇത് മീനിലേക്ക് മസാലകളെല്ലാം കൂടിച്ചേരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വയ്ക്കാവൂ. ഒന്ന് ഇളക്കിയ ശേഷം ഒന്നുകൂടി മൂടി വയ്ക്കാം. ഒന്ന് തുറന്നു നോക്കി ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കി ഒന്നുകൂടി ഇളക്കിയെടുക്കാം. ഈ ഫിഷ് വറവ് എല്ലാവരും ഇഷ്ടപ്പെടും. എൻ്റെ വീട്ടിൽ മീൻ കഴിക്കാത്ത എൻ്റെ മകൻ പോലും കഴിക്കുന്ന ഒന്നാണ്. ഇനി ഇതിലേക്ക് പുളിനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. പുളിനാരങ്ങയുടെ നീര് എല്ലാ സ്ഥലത്തും എത്തുവാൻ വേണ്ടി നല്ലതുപോലെ ഇളക്കി ചേർക്കാം.
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.